ഇനിയും പറയാൻ പോകുന്നത് കോട്ടയത്തെ പോലീസ് മേധാവിയോടാണ്. ഒരു അഭ്യർത്ഥനയാണ്, അല്ല അപേക്ഷയാണ്. ഈ രാത്രി കാലങ്ങളിൽ മുഴുവൻ ഇങ്ങനെയുള്ള ആൾക്കാർ അഴിഞ്ഞാടുകയാണ്. ഇവരെ ഒന്ന് തടഞ്ഞിടാൻ നിങ്ങളെ കൊണ്ട് ആരും പറ്റത്തില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ പോയിട്ട് പോലും നിങ്ങൾക്ക് ഇതിനൊന്നും ഒരു പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെ, ഞങ്ങളൊക്കെ ആരോടെ ഇത് പരാതി പറയുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വഴിയിലിട്ട് ചവിട്ടിക്കൊല്ലുക, അത് നമ്മുടെ കോട്ടയത്ത്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് പുലർച്ചെ കേട്ട ഈ വാർത്ത ശരിക്കും എന്നെ തന്നെയല്ല നമ്മളെല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിന്റെ ക്രമസമാധാനത്തിന് എത്രത്തോളം തകരാറാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. കോട്ടയം കാരിത്താസിന് സമീപമുണ്ട് ബാർ ഹോട്ടലിന് തൊട്ട് സമീപമുള്ള ഒരു തട്ടുകടയെ വെച്ചുണ്ടായ ഒരു പ്രശ്നമാണ്. തട്ടുകടക്കാരുമായിട്ട് ആദ്യം പ്രശ്നമുണ്ടായെങ്കിലും അതുവഴി വന്ന ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHOയുടെ ഡ്രൈവറായ മാഞ്ഞൂർ സൌത്ത് നീണ്ടൂർ ചെറിയ വീട്ടിൽ ശ്യാംപ്രസാദ് 44 വയസ്സുള്ള അദ്ദേഹം ആ പ്രശ്നത്തിൽ കയറി ഇടപെടുകയും അവിടെ സംഘർഷം രൂക്ഷമായപ്പോൾ അദ്ദേഹം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് അതാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചത്. അദ്ദേഹം അതുപോലെ മറ്റൊരു വിവരം കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ജിബിൻ ജോർജ് ഈ തട്ടുകടയിൽ വന്നത് ഒരു കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ്. ഈ തട്ടുകട ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു കൊട്ടേഷനായിട്ട് എടുത്തിട്ട് ഈ തട്ടുകട നടത്തുന്ന ഒരു സ്ത്രീയാണ്, സാലി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അപ്പൊ അവരിവിടുന്ന് തട്ടുകട മാറ്റണമെന്നൊക്കെ പറഞ്ഞ് ഈ സാലിയോട് വഴക്കുണ്ടാകുകയും സാലിയുടെ സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരും ഈ കാര്യം പറഞ്ഞ് വഴക്കുണ്ടായി ഇവരെ തല്ലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനാണ് ഈ ശ്യാംപ്രസാദ് അവിടെ വരുന്നത്. അപ്പം സാലി അന്നേരം അവരോട് പറഞ്ഞു ഇത് പോലീസുകാരനാണ്. അന്നേരം ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റുമാനൂരിൽ നിന്ന് പോലീസുകാരൊക്കെ വരുമെന്ന് പറയുന്നത്. അന്നേരം ഇവന് കൂടുതൽ ഈ പ്രകോപിതനായിട്ട് ഇവനെ ഈ പോലീസുകാർ, അങ്ങനെയാണ് ഇവിടെ ഈ കടയിൽ ഒരു സംഘർഷം ഉണ്ടായെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ശ്യാംപ്രസാദിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ 27 വയസ്സുള്ള പെരുമ്പായിക്കാട് കോത്താട് ആനിക്ക ജോർജിന്റെ മകൻ ജിബിൻ ജോർജ് 27 വയസ്സുള്ള ഇവൻ സ്ഥിരം ക്രിമിനൽ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവന് +2 പഠനത്തിന് ശേഷം ഉപരിപഠനത്തിനായിട്ട് സിംഗപ്പൂരിൽ പോയി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവന് നാട്ടിൽ വന്നു. അതിനുശേഷം ഇവന് ലഹരി മാഫിയ സംഘവുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്ത് പിന്നെ ലഹരി ഉപയോഗിക്കാൻ പണം കണ്ടെത്താൻ വേണ്ടി ഇവൻ പിതാവുമായിട്ട് നിരന്തരം വഴക്കായിരുന്നു. അവസാനം പിതാവിനെ ആക്രമിക്കുകയും അങ്ങനെ ഒരു കേസ് ഇവന്റെ പേരിൽ അതുകൊണ്ട്. അതിനുശേഷം ഇവന് കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ നിലവിളക്കെടുത്ത് തലക്കടിച്ച് പൊട്ടിച്ചു, അങ്ങനെ ഒരു കേസും കൂടെ ഇവന്റെ പേരിലുണ്ട്. അപ്പൊ ഇവൻ സ്ഥിരം ക്രിമിനൽ തന്നെയാണ്. ഇപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പൊ ഈ ഒരു കൊലപാതക കേസും കൂടെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഇവന് ചുമത്താൻ പോകുന്ന ഒരു കേസ് എന്ന് പറയുന്നത് കാപ്പ എന്നുള്ള ഒരു നിയമമാണ് ചുമത്താൻ പോകാൻ. അതേ ഉള്ളൂ. കാരണം ഇതുപോലെ കൂടുതൽ ക്രിമിനൽ കേസിൽ പ്രതിയായവരെയൊക്കെ കാപ്പ എന്ന് പറയും. പക്ഷെ അതൊക്കെ ഇവർക്കൊരു സംരക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ കാലത്ത് നമ്മുടെ പുതുപ്പള്ളിയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് പോലീസ് ഉദ്യോഗസ്ഥർ വരികയും ഈ പ്രതികള് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. അവരെ ഒത്തിരി ദേഹോദരമൊക്കെ ഏൽപ്പിച്ചെങ്കിലും ഇവരെ പിടിച്ച് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും തല്ലി ശരിയാക്കുമായിരുന്നു. ഇപ്പൊ ഇവരെ തല്ലാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല. ജയിലും അവിടെ മുഴുവൻ ക്യാമറയാണ്, CCTV ഒക്കെ വെച്ചിരിക്കുകയാണ്. ഇവരെ കൊണ്ട് പിടിച്ച് അകത്തിടാൻ മാത്രമേ പറ്റത്തുള്ളൂ. അഥവാ ഇവരെ ശിക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഇറങ്ങി വരുമ്പോഴത്തേന് അതിലും വലിയ ക്രിമിനൽ കേസുകളിലേക്കാണ് ഇവർ ഏർപ്പെട്ടു പോകുന്നത്. ഇതാണ് കോട്ടയം കാരിത്താസിന് സമീപമുള്ള തട്ടുകട. ഇവിടെ വെച്ചാണ് രാത്രി സംഘർഷം ഉണ്ടായത്. ഈ സംഘർഷമുണ്ടായ സമയത്ത് നൈറ്റ് ഓഫീസറായ കുമരക SHO ഷിജി സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അദ്ദേഹത്തോട് ശ്യാംപ്രകാശ് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയും ഇവരെ കണ്ടുകൊണ്ട് ബിപിൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടായിരുന്നു. എന്നാൽ ഷിജി പുറകെ ഓടിച്ചിട്ടാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. അതുകൊണ്ടാണ് പോലീസിന് അന്നേരം തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ശ്യാംപ്രകാശിന് ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം. കോട്ടയം ജില്ലയിൽ ഗുണ്ടകളെ കൊണ്ട് പോലീസിന് പോലും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ശ്യാംപ്രസാദിന്റെ മൃതദേഹം കാരിത്താസിലെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പൊതുദർശനത്തിൽ വെക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ഇന്ന് തന്നെ സംസ്കാരം നടക്കുന്നതാണ് അറിഞ്ഞത്. എങ്കിലും ഇങ്ങനെ ഒരു ദാരുണ സംഭവത്തിൽപ്പെട്ട് മരണമടഞ്ഞ ശ്യാംപ്രസാദിന് നമ്മുടെ എല്ലാവരുടെയും പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അത് മാത്രമേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ.